ഹായ്. അങ്ങനെ ഇനി മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കിലൂടെ വിതരണം ചെയ്യുകയില്ല. പകരം ദേശസാൽകൃത ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയുള്ളൂ. ഒരുപക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി പ്രകടമായ നയവ്യതിയാനം ആദ്യമായി പ്രകടമാക്കുകയാണ് ശ്രീമാൻ സതീശൻ ഗവൺമെന്റ്. ഒരുവിധ പറഞ്ഞത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. കാരണം സഹകരണ ബാങ്കിനെ ഏൽപ്പിക്കുക, അവർക്ക് കമ്മീഷൻ കൊടുക്കുക, വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഏജന്റ് വേറെ കമ്മീഷൻ കൊടുക്കുക, വല്ല കാര്യമുണ്ടോ? നേരെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യോ, എങ്ങനെ വേണമെങ്കിലും ആകാം. ഇപ്പൊ എല്ലാ ഇടപാടുകളും ഓൺലൈൻ അല്ലേ. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാ കടകളും എല്ലാ സ്ഥാപനങ്ങളും ലഭ്യമാണ്. ഏതായാലും മറിയക്കുട്ടി ചേട്ടത്തിയെ ഇപ്പൊ കാണാനില്ല. വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴും അവർ പറഞ്ഞ എന്താ, ആ കാശെടുത്ത് ബുക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇതെന്നാ ഉണ്ട്, എനിക്ക് ഞായറാഴ്ച ആണെങ്കിൽ ഇറച്ചി മേടിക്കണം. അവരോട് ഏൽപ്പിച്ചിട്ട് തിരിച്ചു ചോദിക്കുന്ന പോലെയാ. വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ആവശ്യമില്ലാത്ത വയ്യാവേലികളാ. കേന്ദ്ര ഗവൺമെന്റ് 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് കർഷകർക്ക്. ആരെങ്കിലും അറിയുന്നുണ്ടോ? അത് കൃത്യമായി ബാങ്കിലേക്ക് വരുന്നു, പിൻവലിക്കുന്നു. അത് നാച്ചുറലായി നടന്നു പോവുകയാണ്. അങ്ങനെ സ്വാഭാവികമായി നടന്നു പോവേണ്ട ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷനും. അതിന്റെ പേര് കോലാഹലത്തിന്റെ ആവശ്യമില്ല. അതിലെല്ലാം ഉപരി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത്ര അവകാശമൊന്നുമല്ല. സമൂഹം അവർക്ക് നൽകുന്ന ഒരു കരുതൽ, കാര്യപ്രാപ്തി അല്ലെങ്കിൽ കഴിവില്ലാത്തവർക്ക്, അത്രയേ ഉള്ളൂ. അത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ കഴിവനുസരിച്ച് ഏറിയും കുറഞ്ഞും ഇരിക്കും. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇത്രയൊന്നും ഇല്ല. 500 1000 ഒക്കെ അത് കൃത്യമായി കിട്ടാനുമില്ല. കാരണം സൗജന്യമായി കൊടുക്കുന്നതാണ്. എന്താണെങ്കിലും ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു.